ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ചിക്കൻ ക്രീമി ബട്ടർ പാസ്ത ഉണ്ടാക്കാം. ഓക്കെ, ലെറ്റ്സ് ഡു പാസ്ത. സോ ഇത്ര ക്വാണ്ടിറ്റി പാസ്തയാണ് ഉണ്ടാക്കാൻ പോണേ. ഓക്കെ, നമ്മളിതിലോട്ട് അമൂലിൻ്റെ ബട്ടറാട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നല്ല പോലെ ചിക്കന് കഴുകി വൃത്തിയാക്കി എടുക്കാൻ ഞാൻ 150 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അതിന് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് 3 വിസിലോളം കുക്കറിൽ വെക്കുക. ഇനി പാസ്ത വേവിക്കാനുള്ള 2 കപ്പ് മിൽക്കും അതേപോലെ 2 കപ്പ് വെള്ളവും റെഡിയാക്കി വെക്കുക. പിന്നെ അത്യാവശ്യം വലുപ്പത്തിൽ ബട്ടർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് ഒരു പാൻ എടുത്ത് അത് ചൂടാവുമ്പോൾ അതിലോട്ട് 1 സ്പൂൺ, കുറച്ച് മാത്രമേ നമ്മൾ എണ്ണ യൂസ് ചെയ്യുന്നുള്ളൂ, ഹെൽത്തി ഡിഷാട്ടോ ഉണ്ടാക്കുന്നത്. എണ്ണ അതിലോട്ടിടുക, അതൊന്ന് ബോയിലായി വരുമ്പോഴത്തേനും അതിലോട്ട് ബട്ടർ ആഡ് ചെയ്യുക. തീ എപ്പോഴും കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം, കാരണം ബട്ടർ പെട്ടെന്ന് മെൽറ്റാവും, പെട്ടെന്ന് കരിയുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ബട്ടർ നല്ല പോലെ മെൽറ്റായി വരുമ്പോൾ അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച പാസ്ത, അതായത് മക്രോണി ആഡ് ചെയ്ത് കൊടുക്കുക. മാക്രോണി ഫുള്ള് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് നല്ല പോലെ ആ ബട്ടറിലും ഓയിലിലും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച 2 കപ്പ് മിൽക്കും വെള്ളവും കൂടി അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ല പോലെ അതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നിങ്ങൾ എടുക്കുന്ന പാസ്തയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളത്തിൻ്റെ അളവും പാലിൻ്റെ അളവും കൂട്ടണേ. എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള കുരുമുളക് ഉപ്പ് ഇട്ടിട്ട് മൂടി വെച്ച് വേവിക്കണം. നല്ല പോലെ വെന്തത് ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ അതൊരു ബൗളിലോട്ട് മാറ്റി നമ്മൾ വെക്കണം കേട്ടോ. എപ്പോഴും തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് അതേ പാനിലോട്ട് നമ്മൾ വീണ്ടും ഒരു ബട്ടറിൻ്റെ ഒരു പീസ് മുറിച്ചെടുക്കുന്നുണ്ട്. കാരണം ഇതൊരു ബട്ടർ ചിക്കൻ ക്രീമി പാസ്തയാണല്ലോ, അപ്പോൾ അത്യാവശ്യം ബട്ടർ വേണം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് 1 സ്പൂൺ ഓയിൽ ഇടുക. ഓയിൽ നല്ല പോലെ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ബട്ടറിൻ്റെ പീസും കൂടി ഇട്ട് അത് മെൽറ്റാക്കാൻ വെക്കുക. ബട്ടർ മെൽറ്റായിട്ട് വരുമ്പോൾ നമ്മൾ വിസിൽ ചെയ്ത് വെച്ച ചിക്കനില്ല, അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ക്യൂബാക്കിയിട്ടാട്ടോ അരിഞ്ഞ് അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും 1 സ്പൂണ് സോയാ സോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ഓർഗാനോയും ചില്ലി ഫ്ലേക്സും ചില്ലി സോസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് അത്യാവശ്യം കുക്കായി കഴിയുമ്പോൾ ഇതും ഒരു ബൗളിലോട്ടോ പാത്രത്തിലോട്ടോ ഒന്ന് മാറ്റാം. ഇനി അതേ ഫ്രൈ പാനിൽ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കുക. നമ്മൾ ഓയിൽ അധികം യൂസ് ചെയ്യാണ്ടാട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലോട്ട് നമ്മൾ ഒരു 3-4 അല്ലി ഗാർലിക്, വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിലോട്ട് ചെറുതായി അരിഞ്ഞ് വളരെ ചെറിയ സവോള എടുത്തിട്ടുള്ളത്, പിന്നെ ക്യാരറ്റും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തിട്ട് അതൊന്ന് കുക്കായി വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് നമ്മുടെ പാസ്ത ഉണ്ടല്ലോ, ആ ബട്ടർ പാസ്ത അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതും നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ അതിലോട്ട് നമ്മൾ നേരത്തെ വീണ്ടും മാറ്റി വെച്ച നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ കൂടി നല്ലോണം മിക്സായി വരുമ്പോൾ നമ്മുടെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഫ്രഷ് ക്രീം ആവശ്യത്തിൽ ഏറെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് അത്യാവശ്യം ചേർത്ത് നല്ലോണം മിക്സായി വരുമ്പോൾ നമ്മളുടെ മെയിൻ താരമായ മൊസറല്ല ചീസാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആവശ്യത്തിലേറെ മൊസറല്ല ചീസ് ആഡ് ചെയ്ത് അത്രയും ചീസി ആയിട്ടുള്ള പാസ്ത കിട്ടും. ഇതാണ് നമ്മളുടെ ഫൈനൽ സ്റ്റെപ്പ്. ഇതൊന്ന് മിക്സായി വരുമ്പോൾ നമ്മളുടെ അടിപൊളി ബട്ടർ ചിക്കൻ ക്രീമി പാസ്ത ഇവിടെ റെഡിയാണ്. സോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇത് അടിപൊളിയാണ്, നിങ്ങൾ വിചാരിക്കുന്നതിൽ അപ്പുറമാണ് ഇതിൻ്റെ ടേസ്റ്റ്. സോ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം മറക്കണ്ട. സോ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.